സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ശ്രദ്ധിക്കുവാൻ ഞങ്ങളുടെ അത്തരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടെ കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് അവന്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാവ് പരിശുദ്ധനാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ ഭാവന അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മരണത്തിൽ നിന്നുള്ള ഫലം കല്ലറയിലേക്കുള്ള വഴി തുറക്കുന്നുവെങ്കിൽ നമ്മുടെ വംശത്തിന്റെ പ്രത്യാശയായ മിശിഹ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തന്നു. രക്ഷ അറിയുന്നവന്റെ സ്വരം കേട്ട് മരിച്ചവർ ജീവിക്കുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. സഹോദരരെ വരുവിൻ, മിശിഹായുടെ തിരുശരീരങ്ങൾ സ്വീകരിച്ച് മരിച്ചവരുടെ ഉയർപ്പ് നമുക്ക് പ്രഘോഷിക്കാം. ഹൃദയം തേടിടും സ്നേഹമേ നീ വാ യേശുനാഥ, വാ യേശുനാഥ, വാ സ്നേഹനാഥ. ജീവനും സ്നേഹഭൂമി യേശുനാഥ, യേശുനാഥ,
അഭിവന്യ ജോർജ് കണ്ണമഠത്തിക്കൽ പിതാവേ, അഭിവന്യ ജോർജ് കണ്ണക്കുടി പിതാവേ, സെബാസ്റ്റ്യൻ പിതാവേ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദീർഘമായ ഒരു ജീവിതത്തിൻ്റെ അന്ത്യത്തിന് നമ്മൾ സാക്ഷ്യം നൽകുകയും ആ ജീവിതം അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുവാൻ വേണ്ടി പ്രാർത്ഥനാപൂർവം തമ്പുരാൻ്റെ യാത്രയാക്കുവാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കേവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട മാത്യു മൂഞ്ഞാട്ടച്ചൻ തൻ്റെ 93 വർഷത്തെ ജീവിതം പൂർത്തീകരിച്ച് ആ ജീവിത കാലഘട്ടത്തിൽ 65 വർഷക്കാലം പൗരോഹിതനായി ശുശ്രൂഷ ചെയ്തുകൊണ്ട് തമ്പുരാൻ സന്നിധിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥനാപൂർവ്വ യാത്ര മംഗളകരമായി തീർക്കുന്നതിന് ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. മുന്നാട്ടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഇടവകയിലെ ആദ്യത്തെ വൈദികനാണ്. ഈ ഇടവകയിൽ ആദ്യമായി വൈദികനായിട്ടുള്ള ഇടവകമായ അച്ഛനാണ്. മാത്രമല്ല തമ്പുരാനെ അനുഗ്രഹിച്ച ജീവിതത്തിൻ്റെ ഉടമ കൂടിയാണ്. നമുക്കറിയാം, ദീർഘായുസ് ദൈവത്തെ വലിയ ദാനമാണ്. അതാണ് 93 വർഷം അദ്ദേഹം ജീവിച്ചു. അതിൽ 65 വർഷം പുരോഹിതനായി ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായും സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെ തൻ്റെ ഇരുന്നടകിലായ ജീവിതത്തിലൂടെ അദ്ദേഹം സമൂഹത്തിനും ഇടവകയ്ക്കും മറ്റ് രൂപതയ്ക്കും ഒക്കെ സേവനം ചെയ്തു. അദ്ദേഹത്തിൽ പറയുമ്പോൾ അസൂയോ അല്ലെങ്കിൽ വെറുത്തും ലഭിക്കാത്ത വലിയൊരു അനുഗ്രഹത്തിനുടമ കൂടിയാണ്. അദ്ദേഹം 5 പിതാക്കന്മാരുടെ കീഴിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം വൈദികനാകുമ്പോൾ അന്ന് നമ്മൾ എറണാകുളം അതിരൂപ അംഗങ്ങളാണ്. അദ്ദേഹം മാക്കണ്ടത്തിൽ പിതാവിൻ്റെ കാലത്താണ് വൈദികനാകുന്നത്, 1949. പിന്നീട് പാറേക്കാട്ട് പിതാവിൻ്റെ കീഴിലും അതിനുശേഷം കോതമംഗലം രൂപപ്പെടുമ്പോൾ അഭിവന്യ പത്തനാംപടി പിതാവിൻ്റെ കീഴിലും തുടർന്ന് മാർ പുന്നക്കോട്ട് പിതാവിൻ്റെ കീഴിലും അവസാന നാളുകളിൽ മാർ ജോർജ് മടത്തിക്കണ പിതാവിൻ്റെ ഒക്കെ കീഴിലും സേവനം ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമ തീർച്ചയായും വലിയ ഭാഗ്യമാണ്. പല പിതാക്കന്മാരെ നമ്മൾ പോലും കണ്ടിട്ട് പോലുമില്ല. എങ്കിൽ പോലും 5 പിതാക്കന്മാരുടെ കീഴിൽ സേവനം ചെയ്യാൻ സാധിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ ലോക ജീവിതത്തിൽ പുരോഹിത നിലയിലും ഒരു വ്യക്തി നിലയിലും ഇദ്ദേഹത്തിൻ്റെ ആ ജീവിത കാലഘട്ടത്തിൽ ഒത്തിരിയേറെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. നന്ദിയോടൊക്കെ ഓർക്കുവാനുള്ള അവസരം കൂടിയാണ് ഇത്. പ്രത്യേകിച്ച് ഇന്ന് അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അതും പ്രത്യേകമായ രീതിയിൽ തന്നെയാണ്. 3 പിതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് സാധാരണഗതിയിൽ സംസ്കാരത്തിന് എത്താറില്ല. ഒന്നൊക്കെ ഒപ്പീസിറ്റിലേക്ക് പോകാറുണ്ട് എന്നല്ലാതെ. ഇപ്പോൾ മർത്തി കണ്ടെത്തിയ പിതാവും പുന്നക്കൊട്ടി പിതാവും
എറണാകുളം അങ്കമാലി തിരുവയുടെ സഹായമെത്രാൻ സെബാസ്റ്റ്യൻ ഇടയന്തത്തെ പിതാവ് ഇപ്പോൾ ഇവിടെയുണ്ട്. ഇവരുടെ എല്ലാ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ജീവിതം തമ്പുരാൻ പക്കൽ യാത്രയാക്കുന്നത്. അവസരത്തിൽ ഈ അച്ഛൻ്റെ സംസ്കാര ശിശു പങ്കെടുക്കുന്നതായ എല്ലാവരും നന്ദിയോടെ ഓർക്കുകയാണ്. തമ്പുരാൻ നൽകിയ വലിയ ദാനത്തിന് തമ്പുരാൻ നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ ബഹുമാനിക്കുന്ന അഭിമന്യ പിതാക്കന്മാരിൽ നിന്ന് ഓർക്കുന്നു. മടത്തിക്കണത്തെ പിതാവ് ഞങ്ങളുടെ രൂപതയുടെ ചാർജത്തിൽ 1.5 വർഷമേ ആയിട്ടുള്ളൂ. ഈ കാലഘട്ടങ്ങളിൽ തീർച്ചയായും വലിച്ചന്മാർക്ക് ഒത്തിരി സന്തോഷകരമായ ഒരു സാന്നിധ്യമാണ് പിതാവിൻ്റേത്. പിതാവ് ഇടയ്ക്കിടയ്ക്ക് പ്രീസ്റ്റോം സന്ദർശിക്കുകയും അച്ഛന്മാരുമായി ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ട് അവർക്ക് അച്ഛന്മാർക്കെല്ലാം സന്തോഷമായപ്പോഴും പ്രീസ്റ്റോം ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ പ്രായമായ അച്ഛന്മാരെ സന്ദർശിക്കുവാനും അവരുടെ ജീവിതത്തെ കാര്യത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ പങ്കുചേരാനൊക്കെ ഇപ്പോൾ സന്നദ്ധനാകുന്ന പിതാവ് ഇപ്പോൾ വൈദികർ എല്ലാ കാര്യങ്ങളിലും അവരോട് ചേർന്ന് ജീവിക്കാൻ സന്നദ്ധനായ വ്യക്തിയാണ് മർത്തകന്ത പിതാവ്. അദ്ദേഹം ഇന്ന് ഇവിടെ വന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കുർബാന അർപ്പിച്ചുകൊണ്ട് പിതാവ് ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചയിൽ അച്ഛന്മാരോടൊപ്പം അട്ടപ്പാടിയിൽ ധ്യാനത്തിലായിരുന്നു. ഈ വെളുപ്പനാണ് അദ്ദേഹം തിരിച്ചെത്തിയത്. ഉടനെ തന്നെ നേരത്തെ തന്നെ വെള്ളിയാഴ്ച അച്ഛൻ്റെ ശവവാർത്ത അറിഞ്ഞ ഉടനെ തന്നെ വെള്ളിയാഴ്ച കഴിഞ്ഞ് സംസ്കാര ശുശ്രൂഷയിൽ തടസ്സമില്ല എന്നറിയിച്ചു. ഇന്ന് പിതാവിടെ വന്ന് ഈ ശുശ്രൂഷയുടെ നേതൃത്വം കൊടുക്കുകയാണ്. പിതാവിൻ്റെ വലിയ മനസ്സിന് അച്ഛനോടും ഈ ഇടവകയോടും ഈ കുടുംബാംഗങ്ങളുടെ എല്ലാവരും കാണിക്കുന്ന വലിയ സ്നേഹത്തിന് പിതാവിന് എല്ലാവരുടെയും പേര്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ പേരിൽ ഇടവകയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ ദീർഘകാലം അച്ഛൻ ജോലി ചെയ്ത് സേവനം ചെയ്ത അഭിമന്യ പൊന്നുകോട്ട് പിതാവിൻ്റെ നേതൃത്വത്തിലാണ്. പൊന്നുകോട്ട് പിതാവ് വിസ്മയം നയിക്കുകയാണ്. ഇന്ന് ഇവിടെ വന്ന് ഈ തിരുക്കർമ്മങ്ങളുടെ അന്തിമ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പിതാവാണ് നേരത്തെ എത്തി. പിതാവിൻ്റെ ഈ വിഷമകാലഘട്ടത്തിൽ അച്ഛനുള്ള സ്നേഹവും താല്പര്യമെല്ലാം കാണിക്കുന്ന സന്നദ്ധനായി എത്തിയിരിക്കുന്ന അച്ഛൻ പിതാവിന് കുടുംബാംഗങ്ങളെല്ലാവരുടെയും അതുപോലെ ഇടവകയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ അച്ഛൻ എറണാകുളത്ത് 5 പള്ളിയിൽ സേവനം ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ മലയാള ട്രിപ്പിൽ അസിസ്റ്റൻ്റായിട്ട് സേവനം ചെയ്തു. ഇനി മറ്റ് 5 പള്ളികളിൽ അപ്പോൾ എറണാകുളത്ത് സേവനം ചെയ്തിട്ടുണ്ട്. എറണാകുളവുമായി അച്ഛന് ബന്ധമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 2 എറണാകുളത്തെ കടത്തി പിതാവിൻ്റെയും പാലക്കാട് പിതാവിൻ്റെയും കീഴിൽ സേവനം ചെയ്ത വ്യക്തിയാണ്. ഇന്ന് ഈ അന്തിമ ശുശ്രൂഷയിൽ പങ്കുചേരാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് എറണാകുളത്ത് നിന്ന് അഭിവന്യ സെബാസ്റ്റ്യൻ പിതാവ് എത്തിയിട്ടുണ്ട്. അവിടെ ധ്യാനമാണ്. അതുകൊണ്ട് നേരത്തെ വരാൻ പറ്റുകയില്ല, താമസിക്കുന്നത് അപേക്ഷിച്ചിരുന്നു. ഇങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി ഇവിടെ വന്ന് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ചെറിയ സന്ദേശം പിതാവ് നൽകുന്നതാണ്. അനുസന്നദ്ധമായ ഇടയന്തരം പിതാവിന് ഇടവകയുടെ പേരിലും ഈ കുടുംബാംഗങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അച്ഛനുള്ളതായ സ്നേഹവും ആദരവുകൾ പ്രകടിപ്പിക്കുന്നതിനായിട്ട് രൂപതയിലെ വൈദികർ, അതുപോലെ സന്യാസികൾ, മറ്റ് രൂപതകളിലുള്ള വൈദികരൊക്കെ ധാരാളം പേര് വന്ന ദിവസങ്ങളിൽ ഇന്ന് രാവിലെ അത് വന്ന് പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കട്ടെ. അതുപോലെ വിവിധ സന്യാസ സഭയിൽപ്പെട്ട സിസ്റ്റേഴ്സിനെയും പ്രത്യേകം നന്ദി ഓർക്കുന്നു. അച്ഛൻ്റെ ജീവിത കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അവസാന കാലഘട്ടങ്ങളിൽ അച്ഛൻ 18 വർഷക്കാലം വിസ്മയം നയിച്ചതായ വാഴപ്പള്ളി പ്രീസ്റ്റ് ഹോമിലെയും അതുപോലെ മുതലക്കുളം സെൻറ് ഭവനിലെയും അംഗങ്ങളെല്ലാവരും പ്രത്യേക സിസ്റ്റേഴ്സാണ് അച്ഛന്മാരെ ശുശ്രൂഷിക്കുന്നത്. അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ ദിവസങ്ങളിൽ അച്ഛനെ ശുശ്രൂഷിച്ചതായ മുതലക്കുളം ഓളി ഫാമിലി ഹോസ്പിറ്റലിലെ സിസ്റ്റേഴ്സിനെയും ഡോക്ടേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും നേഴ്സ് എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഈ ദിവസം ഈ ശവസംസ്കാര ശുശ്രൂഷകൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുവാൻ ശ്രമിച്ചതായ ഇടവകയിലെ കൈക്കാരന്മാർ, ദേവാലയ ശുശ്രൂഷികൾ, മറ്റ് എല്ലാ സഹപ്രവർത്തകരെയും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ ഒരു നല്ല വൈദികനെ രൂപതയ്ക്ക് സഭയ്ക്ക് കൊടുക്കാൻ സാധിച്ചതിൽ തീർച്ചയായും മുഞ്ഞാട് കുടുംബാംഗങ്ങൾക്ക് അഭിമാനിക്കാം. ഇങ്ങനെ നല്ല വൈദികൻ നൽകാൻ സാധിച്ചതിന് നന്ദി, തമ്പുരാൻ നന്ദി പറയുന്നതൊപ്പം തന്നെ നല്ല വൈദികനെ
സഭയ്ക്ക് നൽകിയതായ കുടുംബാംഗങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷ പങ്കെടുക്കുവാനും അച്ഛനിരുന്ന ഇടവകളിൽ നിന്നെല്ലാം തന്നെ കോക്കമംഗലം നിന്നൊക്കെ വികാരിച്ചു ഉൾപ്പെടെ ആൾക്കാർ വന്നിട്ടുണ്ട്. സേവനത്തിൻ്റെ എല്ലാ ഇടവകളിൽ നിന്നും വൈദികരും അതുപോലെ ജനങ്ങളും വന്നിട്ടുണ്ട്. അവരെയെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ജന്മ സംസ്കാരം പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും അതിപചാരം അർപ്പിക്കുവാനും വന്നിട്ടതായ ഈ ഇടവകയിലെ എൻ്റെ സഹോദരി സഹോദരന്മാർക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് അച്ഛനെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. നല്ല തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് അദ്ദേഹത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനകൾ തുടരാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ, കാഴ്ചകൾ അനവരതം കനിവോട് കൈക്കൊണ്ടരുളണമേ. ആബേൽ, നോഹയും അബ്രാഹം യോബുമണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നതുപോലെ ഈ ബലിയും കൃപയുടെ തൃക്കൺ പാർക്കണമേ. വലിയ ദിവ്യശ്ലീഹന്മാർ ഇവരുടെ ബലിയും വിധവയുടെ കാണിക്കയതും കൈക്കൊണ്ട നാഥ കനിയണമീ ബലിയിൽ. കർത്താവേ, നിന്ദാസനായി തിരുസന്നിധിയിൽ അണച്ചിടും ബലിയിരു തൃക്കൺ പാർക്കണമേ. മൃതരുടെ പാപം മായ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ, ചേർക്കണമേ നിന്ദാസനയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. ദിവ്യഗണത്തോടൊത്തനിശം മഹിമയിടുന്നൊരു ത്രിത്വത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാൻ കരുണയൊടിവനിൽ കനിയണമേ. എന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും കരുണയുടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും. അഭിമന്യ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് പിതാവ് ഇപ്പോൾ അനുശോചന സന്ദേശം നൽകുന്നു. സ്നേഹബഹുമാനപ്പെട്ട മർത്തിക്കണ്ടത്തിൽ പിതാവേ, പുന്നക്കോട്ടിൽ പിതാവേ, ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ച, കൊച്ചിച്ച, സ്നേഹമുള്ള വൈദികരെ, മൂഞ്ഞനാട്ട് കുടുംബാംഗങ്ങളെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, അച്ഛൻ മരിച്ചു കഴിഞ്ഞ ന്യൂസ് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ എറണാകുളം, അങ്കമാലി അതിരൂപതയിലെ ചില പള്ളികളിൽ നിന്ന് വിളിച്ചു ചോദിക്കുകയുണ്ടായി, ആരെങ്കിലും കോതമംഗലത്തേക്ക് പോകുന്നുണ്ടോ? അച്ഛൻ്റെ സ്മരണകൾ അവിടെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ സൂചന. ജോർജ് അച്ഛൻ, നമ്മുടെ വികാരിയച്ഛൻ വളരെ മനോഹരമായിട്ട് സമീകായിട്ട് ആ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. കോക്കമംഗലം പള്ളി മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച പള്ളി, അത് പുതുക്കിപ്പണിയാണ്. അവിടുത്തെ വികാരിയച്ഛനും ഇടവാങ്ങലും ഇവിടെ വന്നിട്ടുണ്ട്. 2 വർഷം മുമ്പ് അവരച്ഛനെ പ്രീസൂമിൽ വന്ന് കണ്ട് സംസാരിച്ചു പോയതാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും ആരും വരാറില്ല, എനിക്കൊത്തിരി സന്തോഷമായി. മൂഞ്ഞനാട്ടച്ഛൻ എൻ്റെ അടുത്തൊരു ബന്ധുവാണ്. കഴിഞ്ഞ 10-12 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം മാത്രം എൻ്റെ മനസ്സിൽ വന്നു. ആ 2 പാദങ്ങൾ ഇന്ന് നിശ്ചലമായിരിക്കുകയാണ്. പാദങ്ങളെ തൊട്ട് വന്നിരിക്കുന്ന മനോഹരമായൊരു സംസ്കാരം ഭാരതീയ സംസ്കാരത്തിലുണ്ട്. നമ്മുടെ കുട്ടികൾ, അത് കത്തോലിക്കരാണെങ്കിലും ഹൈന്ദവരാണെങ്കിലും, ഡാൻസ് കളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പാദങ്ങളൊക്കെ വന്നിച്ച് ഭൂമിയെ വന്നിച്ചാണ് ഒരു മുന്നേറുക. പാദങ്ങളെ വന്ദിക്കണം. കാരണം ആ പാദങ്ങൾ ഒത്തിരിയേറെ സ്ഥലങ്ങൾ നടന്ന പാദങ്ങളാണ്. കർത്താവിൻ്റെ സുവിശേഷം പ്രഖ്യാപിക്കുന്ന പാദങ്ങൾ എത്രയോ സുന്ദരമാണെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയിട്ടാണ് അവിടുന്ന്
അന്തിമമായിട്ട് യാത്ര പറഞ്ഞത്. ആ കിട്ടിയ പാദങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് മൂഞ്ഞനാട്ടച്ഛൻ ഉപയോഗിച്ചു. 49 കണ്ടത്തിൽ പിതാവിൽ നിന്ന് പട്ടം സ്വീകരിച്ചിട്ട് വർഷങ്ങളോളം ഇന്നത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അദ്ദേഹം സേവനം ചെയ്തു. ഒരു കാര്യം മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ, അവസാനമായി കാണുമ്പോഴും നിതാന്തമായ പ്രസന്നത അദ്ദേഹത്തിന് മുഖത്തുണ്ടായിരുന്നു. ഇന്നും തേജസ്സോടെയാണ് ശവമഞ്ചത്തിൽ അദ്ദേഹമായിരിക്കുക. അദ്ദേഹം നമ്മളോട് പറയുന്നൊരു കാര്യം ഇത്രയേ ഉള്ളെന്ന് എനിക്ക് തോന്നുക, ജീവിതം വളരെ ഹ്രസ്വമാണ് പ്രിയപ്പെട്ടവരെ, വളരെ ഹ്രസ്വമാണ്. അച്ഛൻ 93 വയസ്സ് വരെയൊക്കെ ജീവിച്ചു. നമ്മൾ മിക്കവാറുമൊക്കെ 60-70 വയസ്സാകുമ്പോഴൊക്കെ കടന്നുപോയെന്ന് വരാം. ഈ ഹ്രസ്വമായ ജീവിതത്തിൽ ജീവിതം അനിവാര്യമായിട്ട് നമ്മളെ പരിക്കുകൾ ഏൽപ്പിക്കും. ആ പരിക്കുകളിൽ നിന്ന് രക്തമൊഴുകും. അപ്പം നമ്മുടെ തീരുമാനമാണ് ആ പരിക്കുകൾ ജീവദായകമാക്കി മാറ്റണമോ വിഷലിപ്തമാക്കി മാറ്റണമോ എന്നുള്ള തീരുമാനം നമ്മുടേതാണ്. ചിലർ അത് വിഷലിപ്തമാക്കി മാറ്റും, മറ്റു ചിലർ അത് ജീവദായകമാക്കി മാറ്റും. 63 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിനിടയിൽ ഒത്തിരിയേറെ മുറിവുകൾ അച്ഛന് ലഭിച്ചു കാണും, പരിക്കുകൾ. കാണുമ്പോഴൊക്കെ ജീവിതത്തെക്കുറിച്ച് മനോഹരമായ പ്രസന്നതകൾ, സന്തോഷങ്ങൾ, കൊച്ചുകുട്ടികളുടെ ചിരിയിൽ അതിന് അമരുന്ന പൊട്ടിച്ചിരികൾ, ഇതെല്ലാം അച്ഛൻ്റെ സ്വയത്തമായ ഗുണങ്ങളായിരുന്നു. നമുക്കതെല്ലാം ഏറ്റെടുക്കാം. കാരണം സഭയിൽ 7 കുദാശകളുണ്ടെങ്കിൽ എൻ്റെ വലിയ വിശ്വാസം മരണം 8ാമത്തെ കുദാശയാണ്. ആ കുദാശ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്ന ഒരു കാര്യം പ്രധാനമായിട്ട് മൂഞ്ഞനടച്ചമ്മോട് പറയുക, ജീവിതത്തെ നന്മയോടെ കാണാനും പ്രസന്നതയോടെ നേരിടാനും. വൈദികര്, സിസ്റ്റേഴ്സ്, ഞാൻ ധ്യാനം കഴിഞ്ഞിട്ട് വരികയാണ് അച്ഛന്മാർക്കൊക്കെ ഒത്തിരി പരിക്കുകളൊക്കെ ഉണ്ട് ജീവിതത്തിൽ. ആ പരിക്കുകളൊക്കെ മനുഷ്യർക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ജീവദായകമാക്കി മാറ്റിയ ഒരു വന്യ പുരോഹിതൻ കടന്നു പോവുകയാണ്. എറണാകുളം അങ്കമാലി അതിരുടെ പേരിൽ, ആലഞ്ചേരി പിതാവിൻ്റെ പേരിൽ, തോമസ് ചെക്കിറ്റ് പിതാവിൻ്റെ പേരിൽ, ജോസ് പുത്തമേട്ടിൽ പിതാവിൻ്റെ പേരിൽ ഞങ്ങളുടെ ഡാമീൻ അച്ഛനോട് വന്നിട്ടുണ്ട്. കോക്കമംഗലത്ത് നിന്ന് ഇടവക ജനമുണ്ട്. എല്ലാ അച്ഛന്മാരുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും 5 ലക്ഷത്തിലധികം ആൾക്കാരുണ്ട്. അവിടെ എല്ലാവരുടെയും പേരിൽ അവിടെ സേവനം ചെയ്ത് അവിടെ വിശ്വാസം സമർത്ഥമാക്കിയ ഈ വന്യ പുരോഹിതന് ഞങ്ങളുടെ പ്രണാമം. ദൈവത്തിൻ്റെ സന്നിധിയിൽ മാലാഖമാർ അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ ദൈവം നീതിയുടെ കിരീടം ഇന്ന് എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രതിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം അങ്ങേ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മാത്യൂസൻ ദേവാലയത്തോട് യാത്ര പറയുകയാണ്. അതിൻ്റെ സൂചനയായി ബഹുമാനപ്പെട്ട വൈദികർ ശവമഞ്ചമെടുത്ത് അതിൻ്റെ തലഭാഗമണക്കാരായി 3 പ്രാവശ്യവും ദേവാലയത്തിൻ്റെ മധ്യഭാഗത്ത് ഇരുവശങ്ങളിലുമായി അടച്ചിട്ടിരിക്കുന്ന 2 വാതിലുകൾ, ആനവാതിൽ എന്നിവിടങ്ങളിൽ ഓരോ പ്രാവശ്യവും പൊട്ടിക്കുന്നു.
ജീവിതകാലത്ത് സൽകൃത്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച ഈ പുരോഹിതനെ നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് അവിടുന്ന് പ്രവേശിപ്പിക്കുമാറാകട്ടെ. നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ കാരുണ്യത്താലും തന്റെ മാതാവായ പ്രാർത്ഥനയാലും ഈ അച്ഛനെ തന്റെ വലത്തുവാൻ നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ഇയാളുടെ പേരുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മാത്യൂസിന്റെ അർദ്ധശരീരം സെമിത്തേരിയിലേക്ക് സംവഹിക്കപ്പെടുകയാണ്. ദേവാലയത്തിന്റെ ആനവാതിൽ വരെ ബഹുമാനപ്പെട്ട വൈദികരാണ് ശവമഞ്ചം വഹിക്കുന്നത്. അതിനുശേഷം ബന്ധുക്കൾ അത് ഏറ്റുവാങ്ങുന്നു. നമുക്ക് സെമിത്തേരിയിലേക്ക് നീങ്ങാം. ഞാൻ നമ്മുടെ
തള്ളിക്കഴുകണമെന്ന് മറ്റേ കഴുകുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദര, ഇത് ഞങ്ങൾ അംഗീകരിച്ചു. ഇനി ദൈവത്തിന്റെ മാലാഹം അംഗീകരിക്കുന്നുള്ളൂ. മനുഷ്യാദി മണ്ണാവും മണി ചെയ്യുന്നതിനാണെങ്കിൽ നടിച്ച് ദൈവം ഇത് ദിവസത്തിലൊക്കെ ഉയർപ്പിച്ച് അതിന് വലതുഭാഗം നിർത്തുമാറാകട്ടെ. അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും മനസ്സാർപ്പിക്കുന്ന ജീവികൾക്കും ദൈവം പ്രതിഫലം നൽകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധന്മാർ കൊടികളിലും സമ്പാദിപ്പവനീശ്വരനായി സമ്പാദിക്കുകയിലവയൊന്നും ഹൃദയുടെ ചുഴിയിൽ താഴ്ത്തില്ല, പിരിയുമ്പോൾ മനമൊരുകില്ല. ശ്രേയസ്സും പൊന്മഴ പെയ്തു കാറ്റൂതി വെള്ളം പൊങ്ങി നിറഞ്ഞൊഴുകി, കല്ലിലുയർത്തിയ ബലവർത്താം വീടിനു കേടു ഭവിച്ചില്ല. എണ്ണവിളക്കി നിറച്ച നിശം കാത്തുകഴിച്ചൊരു കഞ്ഞികളിൽ പ്രീതി കലർന്നു മണവാളൻ മണവറയവരെ കൈക്കൊണ്ടു. കാത്തിരിക്കുന്ന പാപികളെ സ്നേഹവും സ്വീകരിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, മരിച്ചവരെ വിശുദ്ധീകരിക്കുകയും മാലാഖയുടെ സുഗന്ധയെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം നൽകുന്നവനുമായ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നാഥനാണ് മാധ്യമാതാളിൽ കാരുണ്യവേടും നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനഭാഗ്യം. മനുഷ്യരെ എന്ന പൊടിയിലേക്ക് ബന്ധിരിക്കുകയും നിങ്ങൾ പശ്ചാത്തപിക്കുമെന്ന് അവരെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തിൽ മനുഷ്യന്റെ ജീവിതം കിനാവ് പോലെ കടന്നു പോകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, എല്ലാ തലമുറകളിലും അങ്ങ് ഞങ്ങളുടെ അഭയമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും പ്രകാശവുമായ ദൈവമേ,
പാപികളും ബലഹീനരുമായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപങ്ങൾ പുറക്കുന്നവരും കടന്നവനുമായ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദര വൈദ്യന്റെ ആത്മാവിന് നിത്യാശ്വാസം നൽകണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. വിശ്വാസം പ്രാപിക്കുന്നവർക്ക് പ്രകാശപൂർവമായ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ, മഹനീയമായ മനുഷ്യമായ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ. വിചാരത്താലും വരുത്താലും പ്രവൃത്തിയാലും ഗ്രഹം ചെയ്തിട്ടുള്ള പാവങ്ങളെല്ലാം പുറത്ത് മാലാഖമാരുടെയും വിശുദ്ധരുടെയും വസ്തുതയും ദൈവത്തെ സ്വീകരിക്കണമേ. ഈ സംസ്കാരത്തിൽ സമൃദ്ധിക്ക് വേണ്ടി ബഹുമാനിക്കുകയും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രസാദം ഞങ്ങളിൽ വസിക്കുകയും അനുഗ്രഹങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുവിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരകരുളിടാൻ കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര എന്നും എന്നേക്കും. സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം വിശിഹാനാഥൻ പ്രതിഫലമേകും. കർത്താവേ ചിന്തയാളുവാകുന്നു. വത്സലസുതരേ ഇടവകജനമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു. ദുരിതങ്ങളിലും വ്യഥയിലും ഈശൻ നിയതം നിങ്ങൾ അഭയം നൽകും. ഞാൻ അങ്ങയുടെ ഭവനത്തിലേക്ക് വരുന്നു. എൻ പ്രിയ നാടും നഗരവും അതിരൻ ഭവനവുമെല്ലാം വെടിയുന്നു ഞാൻ. സോദരഗണമേ, വത്സലസുതരേ, കാണില്ല ഭൂമിയിലെ കണ്ണുനീരോടെ വിധിക്കുന്നവൻ സന്തോഷത്തോടെ കഴിയുന്നു. കൂതാശകൾ തൻ കർമ്മങ്ങൾക്കായി തിരുഭവനത്തിൽ വരികില്ലേ ഞാൻ. ആശീർവാദം നൽകുന്നതിനാൽ എൻ കരവിനെ ഉയരുകയില്ല. നിങ്ങളെന്നെ വിസ്മരിക്കരുതേ വത്സലരേ, ഞാൻ നിങ്ങൾക്കെല്ലാം നേർവഴി കാട്ടി സാന്ത്വനമരുളി. അവസാനം ഞാൻ
ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. കർത്താവേ ദയാലുവാകുന്നു, വത്സലസുതരേ ഇടവക ജനമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു, ദുരിതങ്ങളിലും വ്യഥയിലും ഈശൻ നിയതം നിങ്ങൾ അഭയം നൽകും. ഞാൻ അങ്ങയുടെ ഭവനത്തിലേക്ക് വരുന്നു. എൻ പ്രിയനാടും നഗരവും അതിലെൻ ഭവനവുമെല്ലാം വിളിയുന്നു ഞാൻ. സോദരഗണമേ വത്സലസുതരേ കാണില്ല ഭൂമിയിൽ കണ്ണുനീരോടെ വിധിക്കുന്നവൻ സന്തോഷത്തോടെ കൂതാശരതൻ കർമ്മങ്ങൾക്കായി തിരുഭവനത്തിൽ വരികില്ലിനി ഞാൻ. ആശീർവാദം നൽകുന്നതിനായി എൻ കരമേലേ ഉയരുകയില്ല. നിങ്ങളെന്നെ വിസ്മരിക്കരുതേ വത്സലരേ, ഞാൻ നിങ്ങൾക്കെല്ലാം നേർവഴി കാട്ടി സാന്ത്വനമരുളി. അവസാനം ഞാൻ അന്ധതരിങ്കൽ താണടിയായി പ്രാർത്ഥിക്കണമേ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം.
പതിരെല്ലാം ചുട്ടെരിക്കും